അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ദിലീപ് പുറത്ത്. അമ്മയുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൊച്ചിയിൽ മമ്മൂട്ടിയുടെ വസതിയിൽ ചേർന്നു. കലാഭവൻ ഷാജോൺ, ആസിഫ് അലി, ദേവൻ, പൃഥ്വിരാജ്, രമ്യ നമ്പീശൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മോഹൻലാലാണ് ഏറ്റവും ഒടുവിൽ യോഗത്തിന് എത്തിയത്. ദിലീപിനെ പുറത്താക്കണം എന്ന ആവശ്യവുമായിട്ടാണ് യുവതാരങ്ങൾ എല്ലാവരും തന്നെ യോഗത്തിന് എത്തിയത്. അമ്മയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഫെഫ്കയിൽ നിന്നും ദിലീപിനെ പുറത്താക്കി. 14 ദിവസത്തെ റിമാൻഡിലാണ് ദിലീപ്. പ്രത്യേക ഭക്ഷണമോ പരിഗണനയോ പ്രതിക്ക് ഇല്ല. ദിലീപിനൊപ്പം സെല്ലിൽ 5 സഹതടവുകാരുമുണ്ട്. മോഷണം, പിടിച്ചുപറി കേസിലെ പ്രതികൾക്കൊപ്പമാണ് ഇപ്പോൾ ദിലീപ്. നടിയോട് പകയുണ്ടെന്നും തന്റെ വിവാഹ ജീവിതം തകരാൻ കാരണമായതും ഈ നടിയാണെന്നും ദിലീപ് പറഞ്ഞു. കൊട്ടേഷൻ നൽകിയത് ദിലീപ് നേരിട്ടാണ്. സുനിൽകുമാറിനെ നേരിട്ട് കണ്ട് ദിലീപ് കൊട്ടേഷൻ ഉറപ്പിച്ചു. ദിലീപ് സുനിൽകുമാറിന് വാഗ്ദാനം ചെയ്തത് 1.5 കോടി രൂപയുടെ കൊട്ടേഷനാണ്. 3 മിനിറ്റുള്ള വീഡിയോ പകർത്താനാണ് ദിലീപ് സുനിലിന് കൊട്ടേഷൻ നൽകിയത്. ദിലീപ് സുനിലുമായി സംസാരിച്ചത് ആഡംബര ഹോട്ടലിലും BMW കാറിൽ വെച്ചു. ചിരിക്കുന്ന മുഖവും വിവാഹമോതിരവും കാണണം എന്ന നിർദ്ദേശമായിരുന്നു ദിലീപ് സുനിലിന് നൽകിയത്. ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ദിലീപിന്റെ ബന്ധുവിന് നൽകി. സംഭവത്തിന് ശേഷം പൾസർ സുനി കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ലഷ്യയിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സുനിൽകുമാറുമായി സംസാരിച്ചത് സ്വന്തം കാറിലിരുന്നാണ്. സിനിമാ മേഖലയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ദിലീപിനെതിരെ. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ആക്രമണങ്ങളും നടന്നു. കേരള പോലീസിന് അഭിനന്ദനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുന്നത്. തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ നടി ഇടപെട്ടതാണ് വൈരാഗ്യത്തിന് കാരണം. നടിയുടെ വിവാഹ ജീവിതം തകർക്കുകയായിരുന്നു ദിലീപിന്റെ ലക്ഷ്യം. ദിലീപിന്റെ ആദ്യ വിവാഹം തകർത്തത് നടിയോടുള്ള വിരോധം കൂട്ടി. 2013 മുതൽ ദിലീപിന് സുനിലുമായി പരിചയമുണ്ടായിരുന്നു. 2013 നടന്ന മഴവില്ലഴകിൽ അമ്മയുടെ VIP പാസ് ദിലീപ് സുനിൽകുമാറിന് നൽകി. ദിലീപിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ MLA പ്രതികരിക്കുന്നത്. കേരള പോലീസിന് അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചു. ഈ അഭിജിത്ത് അശോകൻ അരുൺവിഷവും ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവരായിട്ട് തന്നെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, ഞങ്ങള് അതായത് നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ ഞങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തരും എന്നാണ് അവരെന്ന് പറഞ്ഞത്. പടം റിലീസാകുമ്പോൾ തരാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം എപ്പോൾ തരാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു